2004 ഡിസംബർ 26 ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയിൽ പ്രാദേശിക സമയം രാവിലെ 7:59. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 9.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം. അതിന്റെ തുടർച്ചയായാണ് രാക്ഷസ തിരമാലകൾ രൂപം കൊണ്ടത്. മിനിറ്റുകൾക്കുള്ളിൽ ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹങ്ങളെ സമുദ്രം വിഴുങ്ങി. 2 മണിക്കൂറുകൾക്കകം ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും കിഴക്കൻ തീരങ്ങളിൽ 9 മീറ്റർ ഉയരമുള്ള തിരമാലകൾ ആഞ്ഞടിച്ചു. ശ്രീലങ്ക, മാലിദ്വീപ്, തായ്ലൻഡ് തുടങ്ങി 14 രാജ്യങ്ങളെ അത് ബാധിച്ചു. 2 ലക്ഷത്തിലേറെ പേർ മരിച്ചതായാണ് കണക്ക്. ഇന്ത്യയുടെ തെക്ക് കിഴക്കൻ തീരത്താണ് സുനാമി നാശം വിതച്ചത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ, കേരളം എന്നിവിടങ്ങളിലായി 16,000-ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആൻഡമാനിൽ 7,000-ഓളം പേർ മരിച്ചു. കേരളത്തിൽ ആലപ്പുഴ, എറണാകുളം, കൊല്ലം ജില്ലകളിലാണ് വ്യാപക നാശനഷ്ടങ്ങളുണ്ടായത്. 17,000-ലേറെ വീടുകൾ തകർന്നു. തുടർന്ന് വിപുലമായ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടന്നു. എന്നിരുന്നാലും ഭീമൻ തിരമാലകളുടെ സംഹാര താണ്ഡവത്തിൽ സൃഷ്ടിക്കപ്പെട്ട മുറിവുകൾ ഇന്നും ഉണങ്ങിയിട്ടില്ല.